സിസ്റ്റർ അമലയുടെ ഓഫീസ് എവിടെയാണ്? ആ ഭാഗത്താണ് സർ. ഓഫീസ് തനിച്ചാണോ? അല്ല സർ, കോൺവെന്റിലെ തന്നെ ഒരു മുറി ഓഫീസായി കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. മുറിയിലേക്ക് അകത്തുനിന്നും പുറത്തുനിന്നും പ്രവേശിക്കാൻ സെപ്പറേറ്റ് ഡോറുകളുണ്ട്. ഓ കർത്താവേ, സാർ. എനിക്ക് മദറിനെയും സിസ്റ്റർ വിമലയും ഒന്ന് കാണണം. സാർ. ആരാ? ദീനാമ്മ, ഇവിടുത്തെ പെരിയ സാറേ. ആ, അമ്മച്ചില്ലേ? എന്റെ മാതാവേ, എന്റെ അമ്മച്ചി മരിച്ചിട്ട് 10-15 വർഷം കഴിഞ്ഞു. നിന്നെ നല്ലയുടെ കാര്യല്ല, ഇവിടത്തെ മദറുണ്ടോന്നാ. അതാണോ മടത്തിനുള്ളിൽ കാണും. ഇവിടെയാണ് സാർ. ഓ ഈ മുറിയിൽ വെച്ചാണ് സാർ സിസ്റ്റർ അമല കൊല ചെയ്യപ്പെട്ടത്. അതേ എന്ന് തറപ്പിച്ച് പറയാൻ നമ്മുടെ കയ്യിൽ തെളിവുകളില്ല. മറിച്ച് ആത്മഹത്യ തന്നെയാണെന്ന് സമർത്ഥിക്കാൻ ധാരാളം തെളിവുകളുണ്ട് താൻ. ഈ മുറിയാകെ ഡിസോർഡറായി കിടക്കുകയായിരുന്നു. സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ട്. അങ്ങനെ സംഭവിക്കും. ആത്മഹത്യ ചെയ്യുന്നവർ ബോധ മനസ്സുകൊണ്ട് ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആത്മഹത്യക്ക് തൊട്ടു മുമ്പുള്ള നിമിഷങ്ങളിൽ ഒരുതരം ആങ്സൈറ്റി, അതുമൂലമുണ്ടാകുന്ന ഹിസ്റ്റീരിയ പ്രകടിപ്പിക്കും. പ്രത്യേകിച്ച് സ്ത്രീകൾ. തന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നതിന് ആരാണോ കാരണക്കാരൻ, ആരോടാണോ വെറുപ്പ്, അതൊക്കെ അവരാ നിമിഷം അവരുടെ മുമ്പിൽ കാണുന്ന വസ്തുക്കളിൽ തീർക്കും. ചിലര് എല്ലാം തല്ലിപ്പൊട്ടി. പക്ഷെ ഇത് ആത്മഹത്യ അല്ലല്ലോ സാർ. ആണല്ലോ. ജീവിച്ചിരുന്ന കാലം അത്രയും ഒരു ഇഡിയറ്റായിട്ടല്ല സിസ്റ്റർ അമല ജീവിച്ചിരുന്നത്. ആണോ? അല്ല. ഇംബൈസലോ മൊറോണോ അല്ല, ടൾ നോർമൽ അല്ല, നോർമലും ആവറേജും അല്ല, വെരി സുപ്പീരിയർ. കേട്ടിടത്തോളം സിസ്റ്റർ അമലയുടെ ഒരു IQ 120-140 റേഞ്ചിലാണ്. എക്സ്ട്രാ ഓർഡിനറി ഇന്റലിജന്റ്. അത്തരത്തിലുള്ള ഒരാൾ തന്റെ മരണത്തിൽ തനിക്കല്ലാതെ മറ്റാർക്കും പങ്കില്ലെന്ന് സ്വന്തം ടൈപ്പ്റൈറ്ററിൽ ഒരു സൂയിസൈഡ് നോട്ട് എഴുതി ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നാൽ അത് അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റൂ? ഇല്ല സാർ. ആ എടുത്തോ. ഒരു പേപ്പറിങ് എടുത്തേ. ആ സൂയിസൈഡ് നോട്ട് ഒന്ന് വായിച്ചേ. മദറമ്മയ്ക്ക് ഇനി വയ്യ. ലോകം, പിശാച്, ശരീരം, ഇവ കൊണ്ട് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു. തെറ്റുകൾ മാത്രമേ ഞാൻ ഇത് കൂട്ടിയിട്ടുള്ളൂ. എനിക്കൊരിക്കലും കർത്താവിൽ നിന്നും അപമോചനം കിട്ടില്ല. ഇനി ജീവിക്കണമെന്ന് തെല്ലും ആശയില്ല. ഞാൻ മൂലം വന്നുപോയ എല്ലാ തെറ്റുകൾക്കും പിഴകൾക്കും മാപ്പ്. എൻ്റെ പേര് പറഞ്ഞ് ആരെയും ദ്രോഹിക്കരുതെന്നൊരൊറ്റ യാചനയെ എനിക്കുള്ളൂ. എല്ലാറ്റിനും എന്നെ മാത്രം പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ പോകുന്നു. എൻ്റെ ഈ മരണ മതി. ഇതെന്തിനാണ് സാർ? ഈ സൂയിസൈഡ് നോട്ട് നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഇതാണ് നമ്മുടെ കീ നോട്ട്. ഈ കീ വെച്ച് വേണം ഇനി പല പൂട്ടുകളും തുറക്കാൻ. ഇപ്പൻ മാൻ മിസ്സിങ്ങിന് കേസെടുക്കണം സാർ. സാർ എന്തു പറ്റി? എന്ത് പറ്റാനാണ് സാർ? ആട് കിടന്നിടത്തൊരു പൂട പോലും ഇല്ല എന്ന് പറയുന്ന പോലെ മധുര കിടന്നിടത്തൊരു പൂട പോലും ഇല്ലല്ലേ? അമ്മച്ചിയും മക്കളും ഒക്കെ അങ്ങ് സ്റ്റീമായി പോയി. സിസ്റ്റർ ഏതാ? ഞാൻ ഇവിടുത്തെ പുതിയ മദർ ടെസ്റ്റോ. ടെസ്റ്റോ? നിങ്ങൾ കുറെ നാളായി ഞങ്ങളെ ടെസ്റ്റ് കളിപ്പിക്കണേ. ഇവിടുന്ന് എല്ലാവരും മാറ്റി സാറേ. പഴയ മദറും സിസ്റ്റർ വിമല അവരൊക്കെ ട്രാൻസ്ഫർ ചെയ്തായിരിക്കും. അവരെയൊക്കെ എങ്ങോട്ടാ പറഞ്ഞത്? അതൊന്നും എനിക്കറിയില്ല. കൽക്കട്ടയിലുള്ള മദർ സുപ്പീരിയർ ജനറലിനെ അറിയൂ. ഓ, നിങ്ങൾ അൻവറേ, സാർ, ആ കിണർ എവിടെയാണ്? അതിവിടെ തൊട്ടടുത്താണ് സാർ. ഇതിലും പോവാൻ സാർ. സാർ, ആ, എന്തൊക്കെയോ അവർ ഹൈഡ് ചെയ്യുന്നുണ്ട്. അതിനുള്ള തെളിവല്ലേ പെട്ടെന്നുള്ള വാക്യൂം ക്ലീനിങ്. പൊട്ടും പൊടിയും തരിയും ഒക്കെ അടിച്ചു പെറുക്കി കളഞ്ഞു. പൊട്ടും പൊടിയും തരിയും ഒന്നും നമുക്ക് വേണ്ടെന്ന് പറയാം. നട്ടാ മുളയ്ക്കുന്ന നല്ല വിത്തുണ്ടാവും അടിച്ചു കളഞ്ഞ കൂട്ടത്തില്. അതങ്ങ് പെറുക്കിയെടു, ഗുണമുണ്ടാവും.
ഫോട്ടോഗ്രാഫ്സ്. സാർ. സർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കോസ് ഓഫ് ഡെത്ത് വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടി മരിച്ചു എന്നാണ്. സ്റ്റൊമക്കിൽ 4.5 ലിറ്ററോളം വെള്ളം ഉണ്ടായിരുന്നു. ബട്ട് വൺ തിങ് സർ, അന്ന് കിണറ്റിലുണ്ടായിരുന്ന വെള്ളത്തിന്റെ അളവ് 3.5 അടിയാണ്. സിസ്റ്റർ അമലയുടെ ഉയരം 5 അടി 4 ഇഞ്ചും. ഈ മഠത്തിൽ കഴിഞ്ഞ 5 വർഷമായി സിസ്റ്റർ അമല താമസിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ കിണർ അവർക്ക് വളരെ പരിചിതമായിരിക്കും. മുങ്ങി മരിക്കാനുള്ള വെള്ളം ഈ കിണറ്റിലില്ല എന്നറിയാമെന്നിരിക്കെ സാറ് മുമ്പ് പറഞ്ഞതുപോലെ IQ ആവറേജിന് വളരെ മുകളിലുള്ള സിസ്റ്റർ അമല ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഈ കിണറ്റിൽ ചാടുമായിരുന്നു. അക്കോർഡിംഗ് ടു യുവർ വേർഷൻ, ആത്മഹത്യക്ക് മുമ്പുള്ള അബ്നോർമൽ അവസ്ഥയിൽ അവർ ഈ കിണറ്റിൽ ചാടിയെന്ന് തന്നെ ഇരിക്കട്ടെ, വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടുമ്പോൾ അവരറിയാതെ താനെ എഴുന്നേറ്റ് പോവും. ജീവനുള്ളതും അബോധാവസ്ഥയിൽ അല്ലാത്തതുമായ ഏതൊരു ജീവിയും ചെയ്യുന്ന ഒരു റിഫ്ലക്സ് ആക്ഷനാണ് സാർ അത്. അങ്ങനെ എഴുന്നേറ്റ് നിന്നാൽ സിസ്റ്റർ അമലയുടെ മുട്ടിന് മുകളിൽ വരെ മാത്രമേ വെള്ളം ഉണ്ടാവുകയുള്ളൂ. ഈ അവസ്ഥയിൽ സിസ്റ്റർ അമല എങ്ങനെയാണ് സാർ വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടി മരിക്കുന്നത്? അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായിരുന്നെങ്കിലോ? ഇത്രയും ആഴത്തിലേക്ക് വീണു കഴിഞ്ഞാൽ ആ വീഴ്ചയുടെ ആഘാതത്തിൽ മരണവെപ്രാളത്തിലാണെങ്കിൽ പോലും എഴുന്നേൽക്കാൻ പോയിട്ട് ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു സിസ്റ്റർ അമല എന്ന് വിചാരിക്കുക. മുങ്ങി മരിക്കാൻ മുട്ടോളം വെള്ളം തന്നെ ധാരാളമല്ലേ അൻവർ? ആത്മഹത്യയ്ക്ക് 99%, കൊലപാതകത്തിന് 1% സാധ്യതയുള്ളത്. ആ 1% അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ ടാങ്കിലെ വെള്ളം എന്തിനാ ഉപയോഗിക്കാറ്? അലക്കാനും കുളിക്കാനും മറ്റും ഈ വെള്ളം ഉപയോഗിക്കുന്നത്. ഈ കിണറ്റിലെ വെള്ളം തന്നെയാണോ ഇതിലും? അല്ല, പൈപ്പിൽ നിന്നുള്ള വെള്ളം. ഓ, സാറിന് കുടിക്കാനാണെങ്കിൽ ഞാൻ കുശിനിന്ന് അടുപ്പിക്കാം. വേണ്ട, വെള്ളം കുടിക്കാനുള്ള ഒരു ലീസ്റ്റ് ഞങ്ങളൊന്ന് ഉണ്ടാക്കട്ടെ, എന്നിട്ട് കുശിനിന്ന് വെള്ളം എടുപ്പിക്കാം. അതുപോലെ ആ കേർച്ചിഫ് ഇങ്ങട്. സാർ പ്ലീസ്, സാർ എന്തായി കാണിക്കുന്നത്? സാർ, സാർ വിടണം. സാർ, സോറി എഴുത്തച്ഛൻ, ഐ എം റിയലി സോറി. 2 സെക്കൻഡ് കൂടി കഴിഞ്ഞ് ഞാൻ മരിച്ചേനെ സാർ. അപ്പൊ സിസ്റ്റർ അമലയുടെ മരണം ഇങ്ങനെയും ആവാം അല്ലെ? യെസ്, ഐ മീൻ ഇറ്റ്. കർത്താവേ, ആ കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളവും പായലും സാമ്പിൾ ശരി എടുക്കും. സാർ. ഗുഡ് മോർണിംഗ് സർ. ക്യാരി ഓൺ. സർ പ്ലീസ്. എന്തായി? മാസ്റ്റർ സാമ്പിൾ എ സാമ്പിൾ സിയുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്. ബി മാച്ച് ചെയ്യുന്നില്ല. ഏതാണ് സാമ്പിളേ? സിസ്റ്റർ അമലയുടെ സ്tomachൽ നിന്ന് കിട്ടിയ വെള്ളം. സിയോ? വാട്ടർ ടാങ്കിൽ നിന്ന് കിട്ടിയ ക്ലോറിൻ വെള്ളം. ഓ, അപ്പോൾ ടാങ്കിൽ മുക്കി തന്നെയാണ് കൊന്നിരിക്കുന്നത്. എന്നെ സാറ് ടാങ്കിൽ മുക്കി കൊല്ലാൻ പോയതുപോലെ. സർ, പായൽ സാമ്പിൾ 3യുമായി മാച്ച് ചെയ്യുന്നുണ്ട്. സാമ്പിൾ 3 മീൻസ് നമ്മൾ ടാങ്കിൽ നിന്ന് കളക്ട് ചെയ്ത പായൽ. അതെ, അത് സിസ്റ്റർ അമലയുടെ വയറ്റിൽ നിന്ന് കിട്ടിയ പായലുമായിട്ട് മാച്ച് ചെയ്യും. കറക്റ്റ്. 100%? നോ ഡൗട്ട് സർ. താങ്ക് യു. സാറിന്റെ ഗസിൻ തെറ്റിയില്ല. അതെ സർ, മെത്തേഡ് ഓഫ് മർഡർ സാർ പറഞ്ഞതുപോലെ ടാങ്കിൽ മുക്കി തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ലല്ലോ അൻവർ. ആര്, എന്തിന്, എപ്പോൾ, എങ്ങനെ, അതിലെങ്ങനെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സർ, സീൻ ഓഫ് ക്രൈമിൽ നിന്നും കിട്ടിയിട്ടുള്ള ഫിംഗർ പ്രിന്റുകളിൽ ആ മഠത്തിലെ സിസ്റ്റേഴ്സിന്റേതല്ലാത്ത ഒറ്റ ഫിംഗർ പ്രിന്റ് മാത്രമേ ഉള്ളൂ. ഉണ്ണികൃഷ്ണൻ, മോണിറ്റർ. സിസ്റ്റർ
സിസ്റ്റർ അമലയുടെ റൂമിന്റെ ഡോർ ലോക്കിൽ നിന്നും ആ മുറിയിലുണ്ടായിരുന്ന ടൈപ്പ് റൈറ്ററിൽ നിന്നും കണ്ടെടുത്തതാണ് ഈ ഫിംഗർ പ്രിന്റ്. പിന്നെ മറ്റൊന്ന് ട്രേസ് ഔട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഗ്ലൗസിന്റേതാണ് സാർ. അപ്പോൾ കൊലയാളി കൃത്യത്തിനിടയ്ക്ക് ഗ്ലൗസ് ഇട്ട് കാണണം അല്ലേ സാർ? അയാളൊരു ബുദ്ധിമാൻ. ആ. പക്ഷെ അയാൾ കാണിച്ച ഒരു അതിബുദ്ധിയാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ്. അത് സിസ്റ്റർ അമലയുടെ മുറിയിൽ നിന്ന് അൻവറിന് കിട്ടിയ ആത്മഹത്യാക്കുറിപ്പ്. ഇത് സിസ്റ്റർ അമലയുടെ മുറിയിലെ ടൈപ്പ് റൈറ്ററിൽ ഞാൻ ടൈപ്പ് ചെയ്തെടുത്തത്. സൂക്ഷിച്ചു നോക്കണം. സാറ് ടൈപ്പ് ചെയ്ത ഈ ലെറ്ററിലെ മാ എന്ന അക്ഷരത്തിന് ഒരു പൊട്ടലുണ്ട് സാർ. യെസ്, ആ ടൈപ്പ് റൈറ്ററിലെ മാ എന്ന അക്ഷരത്തിന് ഒരു ഒടിവുണ്ട്. പക്ഷെ അൻവറിന് കിട്ടിയ ആത്മഹത്യാക്കുറിപ്പിലെ മായ്ക്ക് ഒടിവുണ്ടോ? ഇല്ല സാർ. അതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ. ടൈപ്പ് റൈറ്റർ 2 കൊലയാളി മറ്റേതോ ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്ത സൂയിസൈഡ് നോട്ടാണ് സിസ്റ്റർ അമലയുടെ ടൈപ്പ് റൈറ്ററിൽ വെച്ചിരുന്നത്. അതാണ് അൻവറിന് കിട്ടിയത്. സിസ്റ്റർ അമല കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പായ സ്ഥിതിക്ക് ആരായിരിക്കാം കൊലയാളി? ഫാദർ ക്ലെമൻ കാളിയ. മോട്ടീവ്? ആദ്യം മുതലേ തന്നെ സിസ്റ്റർ അമല ഫാദറിന്റെ കണ്ണിലെ കരടായിരുന്നു സാർ. എതിർക്കുന്നവരെയൊക്കെ ഇല്ലാതാക്കുക അയാൾക്കൊരു ശീലമല്ല, ഹരമാണ്. എന്തിനും പ്രാപ്തിയുള്ളവൻ. പിന്നെ ഏത് സമയത്ത് വേണമെങ്കിലും അയാൾക്ക് മഠത്തിൽ കയറി ചെല്ലാം. യാ സാർ, സിസ്റ്റർ വിമലെ മാറ്റി പാർപ്പിച്ചിരിക്കുന്ന മഠം ലൊക്കേറ്റ് ചെയ്തു സാർ. എവിടെ? കർത്താവ് അവിടെ തന്നെ ഉണ്ടാവണം. ഞങ്ങൾ എത്തിക്കോളാം. മിസ്റ്റർ KM തോമസ്, കാപ്പിൽ വീട്, ഭരണങ്ങാനം PO, പാല. സിസ്റ്റർ വിമല അപ്പന്റെ പേർക്ക് വീട്ടിലേക്ക് അയച്ച കത്താണ്. ഞങ്ങൾ സിസ്റ്ററിന്റെ വീട്ടിൽ നിന്ന് എടുത്ത. വായിക്കന്മാർ. സ്നേഹം നിറഞ്ഞ അപ്പച്ചൻ, ഈശോ മിശിഹായുടെ അനുഗ്രഹം എന്നും നമ്മുടെ കുടുംബത്തിനുണ്ടാവട്ടെ. ഞാനിപ്പോൾ പുതിയ കോൺവെന്റിലാണ്. പ്രൊവിഷ്യാൽ അമ്മച്ചിയാണ് എന്നെ ഈ പട്ടിക്കാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. ഇതിന്റെ പിന്നിലും കാളിയാറച്ചൻ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്കെന്തോ വല്ലാണ്ട് പേടി തോന്നുന്നു അപ്പച്ച. അമല സിസ്റ്ററെ ദ്രോഹിച്ചതുപോലെ കാളിയാറച്ചൻ എന്നെയും ദ്രോഹിക്കുമോന്ന്. പക തോന്നിയാൽ എന്തും ചെയ്യാൻ മടിക്കാത്തയാളാണ് അച്ഛൻ. അപ്പച്ചൻ എനിക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. അപ്പൊ അമല സിസ്റ്റർ കൊന്നത് കാളിയാറച്ചൻ തന്നെയാണെന്ന് സിസ്റ്റർ വിശ്വസിക്കുന്നു അല്ല? സിസ്റ്റർ അങ്ങനെ ശക്തമായി വിശ്വസിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടാവും. ആ കാരണമാണ് ഞങ്ങൾക്കറിയേണ്ടത്. മാസത്തിൽ 1-2 തവണ മഠത്തിന്റെ പേരിൽ കാലിഫോർണിയയിൽ നിന്നും ഇറ്റലിയിൽ നിന്നും ഒക്കെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മെഡിസിൻസും യൂസ്ഡ് ക്ലോത്ത്സും ബേബി ഫുഡും ഒക്കെ വരാറുണ്ടായിരുന്നു. പോർട്ടിലാണ് ആ ഷിപ്മെന്റുകൾ വരാറുള്ളത്. മദറും സിസ്റ്റേഴ്സിൽ ആരെങ്കിലും ഒരാളും കൂടെ പോയാണ് അത് ഡെലിവറി എടുത്തിരുന്നത്. ഇടയ്ക്കൊക്കെ ഞാനും പോകാറുണ്ടായിരുന്നു. നോ, ഞാൻ ഇതൊരിക്കലും സമ്മതിക്കില്ല. നമ്മുടെ മഠത്തിന്റെ പേരിൽ വന്ന കണ്ടെയ്നർ കാളിയാറച്ചന്റെ പ്രസിലേക്ക് എന്തിനു കൊണ്ടുപോകണം? ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും നമ്മൾ ഇടപെടണ്ട. ഇതൊക്കെ അച്ഛന്റെ ഓരോരോ ഇടപാടുകളാണ്. ഇടപാടുകൾക്ക് കൊടപിടിക്കേണ്ട ആവശ്യം ക്വീൻ മേരീസ് കോൺവെന്റിലെ സിസ്റ്റർമാർക്കില്ല. അച്ഛന്മാരുടെ ബിനാമികളല്ല നമ്മള്. സിസ്റ്റർ, അതൊക്കെ ആരെങ്കിലും കേൾക്കും. കേൾക്കട്ടെ. ആ കണ്ടെയ്നർ നമുക്ക് തുറന്നു കാണണം. അതിനകത്ത് അഗതികൾക്കുള്ള യൂസ്ഡ് ക്ലോത്ത്സ് മാത്രമല്ലെന്ന് ഞാൻ പറഞ്ഞ നിഷേധിക്കാൻ സിസ്റ്റർക്ക് ധൈര്യമുണ്ടോ? തൊട്ടതിനും പിടിച്ചതിനൊക്കെ സിസ്റ്റർ ഇങ്ങനെ കോപിക്കുന്നത് ഒരു കന്യാസ്ത്രീയുടെ തിരുവസ്ത്രത്തിന് ചേർന്നല്ല, കള്ളക്കടത്തിന് കൂട്ടു നിൽക്കുന്നത് ഈ തിരുവസ്ത്രത്തിന് ചേർന്നതാണെന്ന് സിസ്റ്റർ വിമലയ്ക്ക് തോന്നുന്നുണ്ടോ? സിസ്റ്റർ, അടുത്ത മാസവും നമ്മുടെ കോൺവെന്റിന്റെ പേരിൽ കാനഡയിൽ നിന്നൊരു ഷിപ്മെന്റ് ഉണ്ട്. യൂസ്ഡ് ക്ലോത്ത്സും മിൽക്ക് പൗഡറും എല്ലാം നമ്മൾ തന്നെ ക്ലിയറൻസ് എടുക്കണം. അത്രേ. ക്ലിയറൻസ് എടുക്കേണ്ടത് പാൽ കെട്ടികളോ അതോ ഡോളർ കെട്ടികളോ? ആദ്യം അതറിയട്ടെ, എന്നിട്ട് മതി ഇടനിലക്കാരിയുടെ ഈ വേഷം കെട്ടൽ. അധികം അറിയാൻ ശ്രമിക്കണ്ട. ഞാൻ പറയുന്നതിനപ്പുറം ചിന്തിച്ചവർക്കൊക്കെ പിന്നെ ജീവിതത്തിൽ ഒന്നും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. വിളിച്ചോണ്ട് പോരുന്നതിന് മുമ്പ് കൊച്ചു സിസ്റ്റർക്ക് ഒന്നും പറഞ്ഞു കൊടുത്തില്ലായിരുന്നു അല്ലേ? Everything okay? Thank you. വീണ്ടും അത്തരം പാസലുകൾ വല്ലതും വന്നിരുന്നോ? അറിയില്ല. പക്ഷെ സിസ്റ്റർ അമല അച്ഛന്റെ പ്രവർത്തനങ്ങളെ അന്നു മുതൽ നോട്ട് ചെയ്യാൻ തുടങ്ങി. ഒരുതരം വാശിയായിരുന്നു സിസ്റ്ററിന്. 1-2 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നിനും പോകണ്ടെന്ന്. ബേസിക്കലി നിങ്ങളൊക്കെ വെറും ഭീരുക്കളാണെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുകയും ചെയ്തിരുന്നു. എന്തൊക്കെയോ തെളിവുകൾ അമല സിസ്റ്റർ അച്ഛനെതിരെ കണ്ടുപിടിച്ചിരുന്നു. രാത്രി ഒരുപാട് നേരം ഇരുന്ന് ടൈപ്പ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ
കാളയാറച്ചനെതിരെ അരമനക്കോടതി പ്രയോഗിക്കാനുള്ള ആയുധങ്ങളാണെന്ന് പറഞ്ഞ് ചിരിച്ചു. അരമന കോടതിയിൽ അച്ഛൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ എന്ത് ചെയ്യുമായിരുന്നു? അച്ഛന്റെ പട്ടത്തോടുത്ത് കളയുമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അതിനു മുമ്പേ സിസ്റ്റർ അൻവറിനോടും ഐ ജിയോടും സിസ്റ്റർ അമല പറയാതെ പോയ രഹസ്യങ്ങളാണ് ഈ പറഞ്ഞത്. അതില്ലാതാക്കേണ്ടത് കാളിയാറച്ചന്റെ ആവശ്യവുമായിരുന്നു. കോൺവെന്റിലെ പറമ്പിൽ നിന്ന് അന്ന് രാത്രി വല്ല മോഷണം? ഇല്ല. രാത്രി പട്ടികളെ പേടിച്ചാരും. എത്ര പട്ടികളുണ്ട്? 2 എണ്ണം. 2 എണ്ണം. മഠത്തിന്റെ കോമ്പൗണ്ടിനുള്ളിൽ അപരിചിതർ കടന്നിട്ടുണ്ടെങ്കിൽ പട്ടികൾ കുറച്ച് ബഹളം ഉണ്ടാക്കണമല്ലോ. പാപ്പി എന്ന് പട്ടികളെ കൂട്ടിന്ന് അഴിച്ചു വിട്ടിരുന്നില്ല സർ. ആരാ പാപ്പി? മഠത്തിലെ ജോലിക്കാരൻ. പട്ടികളെ കുളിപ്പിക്കാനും താറാവിന് തീറ്റാനും ഒക്കെ വരുന്ന ആളാ. പട്ടികളെ അഴിച്ചുവിടരുതെന്ന് പാപ്പി പറയാൻ കാരണം? അതുങ്ങൾക്ക് വിരശല്യം ഉള്ളതുകൊണ്ട് വയറിളക്കാൻ മരുന്ന് കൊടുത്തിരിക്കുക. അഴിച്ചുവിട്ടാൽ മുറ്റവും പറമ്പും ഒക്കെ വൃത്തികേടാക്കുമെന്ന് പറഞ്ഞു. വേംസിന് മരുന്ന് കൊടുത്താൽ പട്ടി കുരയ്ക്കാതിരിക്കൊന്നുമില്ല. അസാധാരണമായി കുരച്ച് ബഹളം ഉണ്ടാക്കുന്നത് അന്ന് നിങ്ങൾ കേട്ടിരുന്നോ? ഇല്ല. സാധാരണ വല്ല പൂച്ചയും മറ്റു കണ്ട് കുരയ്ക്കാറുള്ളതാ. അന്ന് അതുപോലെ ഉണ്ടായിട്ടില്ലെന്നാണ് എന്റെ ഓർമ്മ. സാർ, അങ്ങനെയാണെങ്കിൽ അവൻ പട്ടിക്ക് കൊടുത്ത് വിരയ്ക്കുള്ള മരുന്നായിരിക്കില്ലേ സാർ? പട്ടികൾ മയങ്ങിക്കിടക്കാനുള്ള മയക്കുമരുന്നായിരിക്കും അവൻ കൊടുത്തിരിക്കുക. യു ഗോട്ട് എ പോയിന്റ്. പിന്നെ വേറൊരു സാധ്യത കൂടിയുണ്ട്. പട്ടിക്ക് പരിചയമുള്ള ആരെങ്കിലും ആയിരുന്നു അന്ന് ഇരുട്ടിന്റെ മറയിലൂടെ കടന്നു വന്നിരുന്നതെങ്കിൽ പട്ടി കുരയ്ക്കുമായിരുന്നു. ഇല്ല സർ. സാർ, നമ്മൾ ഇങ്ങനെ തുഴഞ്ഞാൽ ഒരു കര പറ്റുമെന്ന് തോന്നുന്നു. ആ, തുഴഞ്ഞു നോക്കാം. പക്ഷെ നമുക്കിപ്പോൾ ആവശ്യം പാപ്പി, നാശം ഉറങ്ങാനും സമ്മതിക്കത്തില്ലേ? പാപ്പി ഉറങ്ങിയായിരുന്നു. പന്ന പട്ടി പാപ്പി ഇറങ്ങാ പുറത്ത്.